എന്തൊരു ക്രൂരിയാണല്ലേ ഗൈസ്. ഒരാൾ 2 ആഴ്ചയായിട്ട് പഴയ നോട്ട്ബുക്കിന്റെ പേജസ് വെച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് കുറെ നാളായിട്ട് വേറെ കുറെ പേരും കുറെ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറയുന്നുണ്ട്. ആകെ മൊത്തം ടോട്ടൽ കമന്റ് എടുത്ത് നോക്കി കഴിയുമ്പോഴാണ് ഞാൻ ക്രൂരിയാണോ എന്ന് തന്നെ എനിക്കൊരു സംശയം വരും. ആരേലും എന്തെങ്കിലും ചോദിച്ചിട്ട് ചെയ്തു കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ക്രൂരി ആകുമെങ്കിൽ ഞാനങ്ങടെ ആയിക്കോട്ടെ. മനഃപൂർവ്വമൊന്നും അല്ലല്ലോ, അറിഞ്ഞോണ്ടല്ലേ ഇതൊക്കെ ചെയ്യാതിരിക്കുന്നത്. ഞാൻ തപ്പി നോക്കിയപ്പോൾ എനിക്ക് വരയിട്ട പേപ്പർ മാത്രമേ കിട്ടിയുള്ളൂ. തപ്പിയവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുക എന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് ഇവന്റെ 3 ഭാഗവും എലി കരണ്ട് കണക്ക് ഞാൻ അങ്ങോട്ട് ഇരുന്ന് കീറിയെടുത്തു. എന്നിട്ട് കടുങ്കട്ടി കടുപ്പത്തിലൊരു ചായ അങ്ങോട്ട് തിളപ്പിച്ചിട്ട് ഇവന്മാരെ എല്ലാം കൂടെ ആ ചൂട് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇവന്മാരെ മാത്രമല്ല, ഇവന്മാരെ പൊതിയാനുള്ള ഒരു കട്ടിപ്പേപ്പറിനെയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് മുക്കി അങ്ങോട്ട് എടുത്തായിരുന്നു. എന്നിട്ട് വെയിലത്ത് വെച്ച് നല്ലോണം അങ്ങോട്ട് ഉണക്കി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നിട്ട് മൂട്ടിൽ വലിയ തുളയുള്ള സൂചിയുടെ ഉള്ളിൽ കൂടെ ആ ചാക്കുനൂലിനെ അങ്ങോട്ട് കയറ്റി ഈ ബുക്കിന്റെ സെന്ററിൽ കൂടെ ഇറക്കി പുറത്തു കൂടെ കയറ്റി അങ്ങോട്ട് എടുത്ത് കെട്ടി. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, പഴയ ബുക്കിന്റെ പേപ്പർ മാത്രമല്ലല്ലോ എലി കരണ്ടങ്ങ് കളയാ, അതിന്റെ പുറംചട്ടയും കരളുവല്ലോ. പേജിന്റെ പാകത്തിന് പുറംചട്ടേനെയും കൂടി ഒന്ന് കരണ്ട് എടുത്തു. ലുക്ക് വേണല്ലോ നമുക്ക്, ഏത് വിന്റേജ് ലുക്ക്. ഉണങ്ങിയ പൂ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അപ്പൊ മരച്ചോട്ടിൽ ഒരു ഉണങ്ങിയ ഇല കിടക്കുന്നു. അവനെ അപ്പൊ തന്നെ ഹാർട്ട് ഷേപ്പിലാക്കി വെട്ടി കണ്ടിച്ചതിലേക്ക് അങ്ങോട്ട് ഇനി മുതൽ നീ മെമ്മറി ബുക്ക് എന്നാണ് അറിയപ്പെടുക എന്ന് പറഞ്ഞിട്ട് അവന്റെ നെഞ്ചത്തേക്കുമായി മെമ്മറി ബുക്ക് എന്ന് അങ്ങോട്ട് എഴുതിയും കൊടുത്തു. എന്നാ പിന്നെ ഫ്രണ്ട് പേജും കൂടെ അങ്ങ് ഫില്ല് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ആ ഫ്രണ്ട് പേജിലേക്ക് കുറച്ച് വർത്താനം എഴുതി കൊടുത്തു. ലാസ്റ്റ് പാസഞ്ചർ പോകുന്നതിനേക്കാളും സ്പീഡിലാണ് നമ്മുടെ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും സ്ലോ വേർഷൻ വേണമെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാൽ. എന്നാ പിന്നെ ഒട്ടും മടിക്കണ്ട. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ലൈക്ക് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൊക്കോളൂ.